ശബരിമലയിലെ പുതിയ കുളത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് 2 ആഴ്ചത്തേക്ക് ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിൽ ദേവസ്വം ബോർഡിന് കോടതിയുടെ വിമർശനം. യഥാർത്ഥ ഭസ്മക്കുളം മറ്റൊരിടത്ത് അല്ലേയെന്നും കോടതി ചോദിച്ചു. സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബോർഡിന് കോടതിയുടെ നിർദ്ദേശം. പെരുളമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു, ഒപ്പം പത്തനംതിട്ടയിൽ നിന്നും സിജി ഉമേഷ് എന്നിവർ ചേരുകയാണ്. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, അതിനിശ്ചിതമായ വിമർശനം തന്നെയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇടക്കാല ഉത്തരവ് 2 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഏകപക്ഷീയമായ തീരുമാനം എടുത്തതിലാണ് ദേവസ്വം ബോർഡിന് വിമർശനം ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണം ഇവരുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ്? സുരേഷ്, ശബരിമലയിലെ പുതിയ കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തുകൊണ്ട് ചില നടപടികൾ ആരംഭിച്ചിരുന്നു. ആ കേസ് ഇന്ന് പരിഗണിക്കവെയാണ് വലിയ രീതിയിലുള്ള വിമർശനം ദേവസ്വം ബോർഡിന് നേരെയും പ്രസിഡന്റിന് നേരെയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉന്നയിച്ചത്. ശബരിമല ഉന്നതാധികാര സമിതിയെ അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ആരംഭിച്ചത്. അത് ശരിയായ പ്രവണതയല്ലെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, യഥാർത്ഥ ഭസ്മക്കുളം മറ്റൊരിടത്തല്ലേ എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ആ സ്ഥലത്തെ നിലവിലെ സാഹചര്യം, അവസ്ഥ എന്തെന്നും ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡും മാത്രം ചേർന്നങ്ങ് ശബരിമലയുടെ കാര്യങ്ങളിൽ തീരുമാനമെടുത്താൽ പോരാ എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് പിന്നീട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തുടർന്നാണ് ഈ ഏകപക്ഷീയമായിട്ടുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ ഹൈക്കോടതി ഒരു ഇടക്കാല സ്റ്റേ ഉത്തരവ് ഇറക്കിയത്. അതായത് ഈ ശബരിമലയിലെ പുതിയ കുളത്തിന്റെ നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി താൽക്കാലികമായിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2 ആഴ്ചത്തേക്കാണ് ഇടക്കാല സ്റ്റേ ഉത്തരവ്. അതിനുശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് സ്പെഷ്യൽ കമ്മീഷണറെ 12/8 ഇത് സംബന്ധിച്ചുള്ള ശുപാർശകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ ശബരിമല ഉന്നതാധികാര സമിതിയോ സ്പെഷ്യൽ കമ്മീഷണറോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ദിനംപ്രതി നിരവധി ഭക്തർ വരുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ കൂടിയാലോചനകൾ എടുത്തുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ശബരിമല ഉന്നതാധികാര സമിതി, സ്പെഷ്യൽ കമ്മീഷണർ, പോലീസ് തുടങ്ങിയവരുമായിട്ട് ഏത് വിഷയത്തിലാണെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ കൂടിയാലോചന നടത്തിയിട്ട് വേണം ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ. പക്ഷേ ഈ പുതിയ കുളത്തിന്റെ നിർമ്മാണത്തിൽ മാത്രം ദേവസ്വം ബോർഡ് ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ആ തീരുമാനമാണ് കൈക്കൊണ്ടത്. അത് പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണെന്നും ഹൈക്കോടതി വിലയിരുത്തി. അതിനുശേഷം ഈ താൽക്കാലികമായിട്ട് ഈ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല സ്റ്റേ ഉത്തരവ് ഇറക്കുകയായിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് നിലവിൽ ഈ സത്യവാങ്മൂലം സമർപ്പിക്കുവാനായിട്ട് 2 ആഴ്ചത്തേക്ക് സാവകാശം തേടിയിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പ്രധാനമായിട്ടും ഹൈന്ദവ സംഘടനകൾ അടക്കം ഉന്നയിച്ച ഒരു പരാതി എന്ന് പറയുന്നത് യഥാർത്ഥ ഭസ്മക്കുളത്തിന്റെ സ്ഥാനം, അല്ലെങ്കിൽ നേരത്തെ ഐതിഹ്യപരമായിട്ട് പറയപ്പെടുന്ന ഭസ്മക്കുളം മറ്റൊരിടത്തായിരുന്നു. അത് മണ്ണിട്ട് മൂടി അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പിന്നീട് അവിടെ ദേവപ്രശ്നം നടന്ന സമയത്ത് ചെറിയൊരു കുളമെങ്കിലും നിർമ്മിക്കണമെന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരം ദേവഹിതം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ ഈ ഭസ്മക്കുളം എന്ന് പറയപ്പെടുന്ന കുളം അത് ഈ അശുദ്ധമായതോടു കൂടിയാണ് പുതിയ കുളം നിർമ്മിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്കും അതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളിലേക്കും ദേവസ്വം ബോർഡ് കടന്നത്. ഇപ്പോൾ സിജി ഉമേഷ് കൂടി ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്നും. ഉമേഷ്, ഇവിടെ രേഷ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ യഥാർത്ഥ ഭസ്മക്കുളം മറ്റൊരിടത്ത് അല്ലേ എന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. പരാതി നൽകിയവർ, ഹർജിക്കാർ അത്തരത്തിലുള്ള ഒരു വാദഗതി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ ഭസ്മക്കുളം എന്നത് ഐതിഹ്യപരമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ മുതിർന്ന BJP നേതാവ് ശ്രീ കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ, നിർണായകമായ ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ പുതിയ കുളത്തിൻ്റെ നിർമ്മാണമാണ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. ഇടക്കാല ഉത്തരവ് 2 ആഴ്ചത്തേക്കാണ്. ഒപ്പം ഈ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ ദേവസ്വം ബോർഡിനെ വലിയ വിമർശനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ദേവസ്വം ബോർഡ് ചെയ്തത് ശബരിമല വിരുദ്ധമായ ഒരു തീരുമാനമാണ്. ശബരിമല താല്പര്യങ്ങൾ, വിശ്വാസികളുടെ താല്പര്യങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു നിർമ്മാണ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാനാണ് ദേവസ്വം ബോർഡ് താല്പര്യം. കോടികളുടെ ബഡ്ജറ്റ് കൊള്ളിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം എന്നതിലുപരി
അവർക്ക് ഭസ്മക്കുളത്തിന്റെ പ്രാധാന്യമോ അതിന്റെ വൈകാരികമായിട്ടുള്ള അംശമോ വിശ്വാസപരമായ അനുഷ്ഠാനപരമായ അതിന്റെ പശ്ചാത്തലമൊന്നും അവർ പരിശോധിച്ചിട്ടുമില്ല, അവർക്ക് അറിയാനും പാടില്ല. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭസ്മക്കുളം എന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ അയ്യപ്പന്മാരുടെ ഹൃദയത്തിൽ അവർ സന്നിവേശിപ്പിച്ചതാണ്. കാരണം തീർത്ഥാടനത്തിൽ മാലയിടുമ്പോൾ തന്നെ ചില നേരാറുണ്ട് ഭസ്മക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിൽ വന്ന് ശയനപ്രദക്ഷിണം നടത്തി അങ്ങനെ ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട്. കാരണം അത് ശബരിയുമായി ബന്ധപ്പെട്ടതാണ്, ശബരിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഭസ്മക്കുളവും ശബരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ചെയ്തത് ശരിയല്ല. ഈ ഭസ്മക്കുളം ഒറിജിനലായിട്ടൊരു ഭസ്മക്കുളം ഉണ്ട് അവിടെ. അതായത് മാളികപ്പുറം ക്ഷേത്രത്തിന്റെ തൊട്ടു മുമ്പിലായി ആ ഫ്ലൈ ഓവറിന്റെ താഴെയാണ് പണ്ട് ഈ ഭസ്മക്കുളം നിലനിന്നിരുന്നു. ആ ഭസ്മക്കുളം മൂടണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987 മറ്റാണ് ഒരു ദേവപ്രശ്നം നടത്തിയത്. ഞാനും ആ ദേവപ്രശ്നത്തിൽ പങ്കെടുത്തിരുന്നതാണ്. ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഭസ്മക്കുളം ഒരിക്കലും മൂടാനോ അത് വേണ്ടെന്ന് വെക്കാനോ പാടില്ല. പക്ഷെ ഇപ്പോഴത്തെ തിക്കും തിരക്കും ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ സൗകര്യമൊക്കെ പ്രമാണിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭസ്മക്കുളത്തിൽ നിന്നും ഒരു ചാല് ഇട്ട് മറ്റൊരു സ്ഥലത്ത് ആ വെള്ളം സ്റ്റോർ ചെയ്ത് അവിടെ ഒരു ഭസ്മക്കുളമാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം നിലവിലുള്ള ഭസ്മക്കുളം നിലനിൽക്കണമെന്നും അതിന് വിശ്വാസവുമായി വളരെയേറെ ബന്ധമുണ്ടെന്നുമാണ് അതിന്റെ അർത്ഥം. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഭസ്മക്കുളം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു? ആ ഭസ്മക്കുളം അത് മൂടാതെ അത് നിലനിർത്തിക്കൊണ്ട് സ്ലാബിട്ട് നിലനിർത്തി അവിടെ നിന്നൊരു ചാല് ഉണ്ടാക്കി ആണ് പുതിയൊരു ഭസ്മക്കുളം നിർമ്മിച്ചത്. ഇപ്പോൾ പറയുന്നത് എന്താണ്? ഈ ഭസ്മക്കുളത്തിലേക്ക് മാലിന്യങ്ങൾ വരുന്നതെന്നാണ്. മാലിന്യങ്ങൾ തൊട്ടടുത്തുള്ള ലാട്രിൻ ഒക്കെ ഉള്ള കോംപ്ലക്സ് ഉണ്ട്, അവിടെ നിന്നൊക്കെ മാലിന്യങ്ങൾ വരുന്നതെന്നാണ്. നമ്മൾ ദേവസ്വം ബോർഡ് പറയേണ്ടിയിരുന്നത് മാലിന്യങ്ങൾ അവിടെ വരുന്നത് കൊണ്ട് ആ ലാട്രിൻ കോംപ്ലക്സ് അവിടെ നിന്ന് മാറ്റണമെന്നാണ് പറയേണ്ടത്. മാറ്റിപ്പണിയേണ്ടത് ലാട്രിൻ കോംപ്ലക്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ എത്രയോ അത്യന്താധുനികങ്ങളായിട്ടുള്ള ഈ സൗകര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റിന് വന്നു കഴിഞ്ഞു. ഏത് മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇപ്പം ആയിക്കഴിഞ്ഞു. വേണമെങ്കിൽ ലാട്രിൻ കോംപ്ലക്സിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന മാലിന്യങ്ങളൊക്കെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ട് യാതൊരു വിധത്തിൽ കുഴപ്പം കൂടാതെ ഈ ഭസ്മക്കുളം ഉപയോഗിക്കാം. അത്തരത്തിലുള്ള സാധ്യത നോക്കാതെ മറിച്ച് വിശ്വാസികൾക്ക് അത്തരത്തിൽ വിശ്വാസത്തിന് പോലും ബോറലേൽക്കുന്ന നടപടികൾക്ക് തുനിയാനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്, അല്ലേ? ഭസ്മക്കുളത്തിന്റെ ആചാരപരമായ വിശ്വാസപരമായ പ്രാധാന്യം കണക്കാക്കാതെ വെറും ഒരു നിർമ്മാണ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കുളിക്കാനുള്ള ഒരു കുളം എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ പണിയാൻ പോകുന്ന ഭസ്മക്കുളത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ല എന്ന് എങ്ങനെ അറിയാം? തൊട്ടടുത്ത് എല്ലാ വാസസ്ഥലങ്ങളും അവിടെ തൊട്ടടുത്താണ്, അതിന്റെ മാലിന്യങ്ങൾ വരില്ലേ? അപ്പോൾ എന്താണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്. വളരെയധികം നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും സിജി ഉമേഷിലേക്ക്. ഉമേഷ്, അത് തന്നെയാണ് ശ്രീ കുമ്മനം സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാർത്ഥ ഭസ്മക്കുളം മറ്റൊരിടത്തല്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ് കോടതിയുടെ ഭാഗത്തിനും ഉണ്ടായത്. ഈ ഭസ്മക്കുളം എന്നത് ശബരിയുമായി ബന്ധപ്പെട്ടതാണ്, ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പുണ്യമായി കരുതുന്ന ഒരു സ്ഥാനമാണ് അത്. അവിടെയാണ് ദേവസ്വം ബോർഡിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടായത്. അതിനുള്ള കനത്ത പ്രഹരമായിട്ട് തന്നെ കോടതിയുടെ നിരീക്ഷണത്തെ ഇടപെടലിനെ കാണാം, അല്ലേ? തീർച്ചയായും KP, ഇത് അന്ന് ശിലാസ്ഥാപന സമയത്ത് തന്നെ കുറ്റിയടിച്ചപ്പോൾ തന്നെ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഉൾപ്പെടെ ചോദിച്ചിരുന്നു. ഭസ്മക്കുളം യഥാർത്ഥത്തിൽ മറ്റൊരിടത്താണ്, പിന്നെ എങ്ങനെ ഇതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയായി എത്തിയ വാസ്തുവിദ്യ അതിൽ പ്രഗത്ഭരായ ആളുകൾക്ക് പോലും ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല അന്ന് ഭസ്മക്കുളം എന്ന പേര് ഉപയോഗിക്കുന്നത് ഭക്തർ ഭസ്മമിട്ട് കുളിക്കുന്നതുകൊണ്ടാണ് എന്ന കണ്ടെത്തലാണ് അന്ന് ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയായി എത്തിയ വാസ്തുവിദ്യ വിദഗ്ധൻ പോലും പറഞ്ഞത്. ശബരിമാതാവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ പോലും ദേവസ്വം ബോർഡ് ഒന്നെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല, അതല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെച്ചു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ വലിയ പ്രാധാന്യം, ആചാരപരമായ പ്രാധാന്യം പോലും അത്തരം സ്ഥാപനങ്ങൾക്കുണ്ടെന്നിരിക്കെ അത് മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഇപ്പോൾ കോടതിയുടെ ഇടപെടലും കോടതിയുടെ നിരീക്ഷണവും ഏറെ സുപ്രധാനമാണ്. യഥാർത്ഥ ഭസ്മക്കുളം വേറൊരിടത്തല്ലേ എന്ന
കോടതിയുടെ ചോദ്യം അതെന്തായാലും നിർണായകമാണ്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് കോടതി അത് മാത്രമല്ല ചില ചോദ്യങ്ങൾ കൂടി മറ്റു പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ വലിയ നടപ്പന്തലിലെ സ്റ്റേജിലുണ്ടായിരുന്ന ഗണപതി വിഗ്രഹം മറ്റൊരിടത്തേക്ക് സ്ഥാപിക്കുന്നതിന് ചില സ്ഥാനം കാണലൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഏതാണ്ട് ശുചിമുറി ശൗചാലയം ഒക്കെ ഉണ്ടായിരുന്ന പ്രദേശം അവിടെ ഒഴിപ്പിച്ച് അവിടെ ഗണപതിയെ പ്രതിഷ്ഠിക്കാനുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു. അവിടെയും അതിനുവേണ്ടി ശിലാന്യാസം ഒക്കെ നടത്തിയിരുന്നു. അക്കാര്യത്തിലും കോടതി ഇപ്പോൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും പ്രതിഷ്ഠ നടത്താൻ കഴിയില്ലെന്ന് ചില പരാമർശവും കോടതി നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുതിയ കുളം നിർമ്മിക്കുന്നതിന് ഭസ്മക്കുളം എന്ന് പേരിടുന്നതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഭക്തരൊക്കെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും പ്രഥമ ദൃഷ്ടിയാൽ ഈ കോടതിയുടെ ഇടപെടൽ, കോടതിയുടെ ചോദ്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. എന്തായാലും അക്കാര്യത്തിൽ ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം ദേവസ്വം ബോർഡ് ഏത് തരത്തിൽ സത്യവാങ്മൂലമാണ് നൽകാൻ പോകുന്നെന്ന കാര്യം നോക്കിക്കാണേണ്ടിയിരിക്കും. നിലവിലിപ്പോൾ രമേശ്, ഇവിടെ ശ്രീ കുമ്മനം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഈ ഭസ്മക്കുളം മലിനമാകുന്നു എന്നുള്ള കാരണമാണ് ദേവസ്വം ബോർഡ് അധികൃതരും എംകെസ് ക്യൂറി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ മലിനമാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥ സൃഷ്ടിക്കുന്നത് തടയാൻ ദേവസ്വം ബോർഡ് അധികൃതർക്ക് സാധിക്കുന്നില്ല? അതിനൊരു പരിഹാര മാർഗം എന്തുകൊണ്ട് കൃത്യമായ രീതിയിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന വിമർശനം തന്നെയാണ് പൊതുവെ ഉയർന്നത്. അത് തന്നെയാണ് ഭക്തർ ഈ ഹർജികളടക്കം ചൂണ്ടിക്കാണിക്കുന്നതും, അല്ലേ? തീർച്ചയായും കെ പി, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശബരിമല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് മാലിന്യ പ്രശ്നം തന്നെയാണ്. ശബരിമലയിൽ കോടികൾ ചിലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചില സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുണ്ട്. ഈ പ്ലാന്റുകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇത്തരം മാലിന്യങ്ങൾ നശിപ്പിക്കുക എന്ന തരത്തിലേക്കാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പല കുറിയായി പറയുന്നുണ്ട് ശബരിമലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ മലിനീകരണ നിയന്ത്രണ ഈ സംവിധാനങ്ങളൊക്കെ വലിയ പരാജയമാണ്. കൃത്യമായ രീതിയിൽ അതിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അത് എല്ലാ വർഷവും അത് എപ്പോഴും പ്രശ്നമാകാറുണ്ട്. പ്രത്യേകിച്ച് പമ്പാ നദിയിലേക്ക് ഉൾപ്പെടെ മാലിന്യങ്ങൾ ഒഴുകിയത് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത് ശബരിമലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം കൃത്യ രീതിയിലല്ല എന്ന്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഉറവിടങ്ങൾ പലപ്പോഴും വ്യക്തമാകുന്നില്ല. ശബരിമലയിൽ നിരവധി ശുചിമുറി കോംപ്ലക്സുകളുണ്ട്. ഇതിന്റെയൊക്കെ പൈപ്പ് കണക്ഷനുകൾ കൃത്യമായ രീതിയിൽ എവിടേക്കൊക്കെയാണ് എത്തുന്ന കാര്യത്തിൽ ഒരു ബ്ലൂ പ്രിന്റ് ദേവസ്വം ബോർഡ് മരാമത്തിന്റെ ഭാഗത്തില്ല. ഓരോ തവണയും ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതാണ് ഉദ്യോഗസ്ഥ സൗകര്യപ്രകാരം ചെയ്തു പോകുന്ന പ്രവൃത്തിയാണ് പലപ്പോഴും ശബരിമലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ പൈപ്പ് ലൈനൊക്കെ ഇതുവഴിയാണ് പോകുന്നതെന്ന കാര്യത്തിലൊന്നും ആർക്കും കൃത്യമായ ധാരണയില്ല. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെ അവിടേക്ക് മലിനജലം ഒഴുകിയെത്തുന്നത് ഒരു സ്വാഭാവിക നടപടിയായി മാറിയിരിക്കുകയാണ്. നിരവധി കെട്ടിടങ്ങളുണ്ട്. അതിന്റെയൊക്കെ മലിനജലം ഭസ്മക്കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഒരു സ്ഥിര സംഭവമായി മാറുകയാണ്. അക്കാര്യത്തിൽ ഒരു പരിഹാരം കാണാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് പുതിയ കുളം എന്നൊരു ആശയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും ആ കാര്യത്തിൽ ദേവസ്വം ബോർഡ് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. കാര്യമായ പരിശോധന ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് പുതിയൊരു കുളം നിർമ്മിക്കുക എന്നത് മാത്രമല്ല ഭക്തരെ സംബന്ധിച്ച് ഏറെ ആചാരപരമായി ബന്ധമുള്ള കാര്യമാണ്. വൈകാരികമായ തല ഭസ്മക്കുളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്ര നിസ്സാരമായി ഒരു കുളം നിർമ്മാണം എന്ന രീതിയിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി 2 ആഴ്ച കഴിഞ്ഞ് ദേവസ്വം ബോർഡ് നൽകുന്ന സത്യവാങ്മൂലത്തിൽ എന്താണ് ദേവസ്വം ബോർഡ് നിലപാട് സ്വീകരിക്കുന്നത് ഏറെ നിർണായകമാണ്. കെ പി. യെസ്, ഉമേഷ് തുടരുക. ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ ശ്രീ രാമൻ നായർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാമൻ നായർ, ഈ ശബരിമലയിലെ പുതിയ കുളത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ താൽക്കാലികമായി ഹൈക്കോടതിയെ തടഞ്ഞിരിക്കുന്നത്. അപ്പം അതിരൂക്ഷമായ വിമർശനവും ദേവസ്വം ബോർഡിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കോടതിയുടെ പ്രധാന നിരീക്ഷണം ഈ യഥാർത്ഥ ഭസ്മക്കുളം മറ്റൊരിടത്ത് അല്ലേ എന്നുള്ള ചോദ്യമാണ്. എങ്ങനെ കാണുന്നു താങ്കൾ? ശബരിമല ഭസ്മക്കുളം വാസ്തവത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള 18-ാം പടിക്ക് അടുത്തായിട്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ ഭസ്മക്കുളത്തിൽ കുളിച്ചതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ഏതോ ഒരു സന്ദർഭത്തിൽ ശബരിമല ഭസ്മക്കുളം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയുണ്ടായി. മാറ്റിയപ്പോൾ അതിനകത്ത് കാരണം പറഞ്ഞിരിക്കുന്ന ദേവപ്രശ്നം അനുസരിച്ച് മാറ്റപ്പെടുന്നു എന്നൊക്കെയാണ് നമുക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഭസ്മക്കുളം എന്ത് വന്നാലും ഒരു അസൗകര്യമായ സ്ഥലത്താണ്. ഭസ്മക്കുളം എന്ന് പറയുന്ന ഒന്ന് ശബരിമലയ്ക്ക് ഒരു അനിവാര്യമായ ഒന്നാണ്. അത് വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല. അത് വേണ്ട രീതിയിൽ ആളുകൾ ശ്രദ്ധയിലും പെടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഭസ്മക്കുളം ഇരിക്കുന്നത്. അപ്പോൾ പുതിയ ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭസ്മക്കുളം മാറ്റാനായിട്ട് പുതുതായിട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്നാണ് എനിക്ക് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. ഭസ്മക്കുളം ശബരിമലയെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രമാണ്. അത് നിശ്ചയമായും നന്നായി തന്നെ പരിപാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആദ്യം മുൻപുണ്ടായിരുന്ന, അതായത് ശബരിമലയുടെ താന്ത്രിക വിധിപ്രകാരവും അതുപോലെ തന്നെ ശബരിമലയുടെ വാസ്തുവിധിപ്രകാരവും ഉണ്ടായിരുന്ന ആ പഴയ കുളം മാറ്റി സ്ഥാപിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അത് ഭക്തജനങ്ങളുടെ അവിടെയുള്ള തിക്കും തിരക്കും അതുപോലെയുള്ള ആളുകളുടെ സാന്നിധ്യവും കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത് മാറ്റാനായിട്ട് തീരുമാനമെടുത്തത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് വേണ്ടത്ര ശുചിയോടുകൂടി സംരക്ഷിക്കാൻ കഴിയാതെ പോയതുകൊണ്ടായിരിക്കാം.
യെസ്, ശ്രീരാമൻ നായർ അത് തന്നെയാണ്. പക്ഷേ ഈ തിരക്കിന്റെ കാരണം പറഞ്ഞാലും ഏത് വികസനത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും വിശ്വാസവുമാണ് വലുത്. അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും. ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ രീതിക്ക് പോലും ഭംഗം വരുന്ന ഒരു രീതി ഉണ്ടാവും. അത് തന്നെയാണ് കോടതിയും വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഭസ്മക്കുളത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, പുതിയ കുളത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനമെടുക്കണമെന്നാണ് മുൻ അധ്യക്ഷൻ എന്ന രീതിയിൽ കൂടിയുള്ള താങ്കളുടെ നിലപാട്? നിശ്ചയമായിട്ടും അത് അതിന്റെ ഏറ്റവും പൗരാണികമായ സ്ഥലമാണ്, അതിന് അനുയോജ്യമായ സ്ഥലമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഒരു താന്ത്രിക വിധി പ്രകാരം ഉണ്ടായ പ്രദേശങ്ങളും താൽക്കാലിക സൗകര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ സൗകര്യം എന്നുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിലോ മാറ്റപ്പെടുന്ന ഒരിക്കലും ഉചിതമായ ഒരു നടപടിയല്ല. ഇപ്പൊ തന്നെ അവിടെ അവിടെ ക്ഷേത്രത്തിന്റെ മുന്നിൽ അഗ്നി ജ്വലിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ കുറെ കഴിയുമ്പോൾ അവിടെ അഗ്നിജ്വാലയുണ്ട്, അത് ഭക്തജനങ്ങൾക്ക് അസൗകര്യമാണ് എന്ന് പറഞ്ഞ് ആ അവിടുന്ന് മാറ്റാനായിട്ട് തീരുമാനിച്ചാൽ അത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് വളരെ വ്രണപ്പെടുത്തുന്നതാണ് ഒന്നാണ്. അപ്പൊ ഇപ്പോ ആർക്കും എത്തപ്പെടാൻ കഴിയാത്ത ഒരു പ്രദേശത്തേക്ക് ഒരു ഭസ്മക്കുളം എന്നുള്ള പേരിൽ ഒരെണ്ണം നിർമ്മിച്ച് പുതുതായി ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരിക്കലും ഉചിതമായ നടപടിയല്ല. ഭസ്മക്കുളം അതിന്റെ യഥാർത്ഥ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി ഭസ്മക്കുളം എവിടെയായിരുന്നോ പൗരാണിക കാലം മുതൽ അവിടെ ഉണ്ടായിരുന്നത് ആ അനുഷ്ഠാനം അനുസരിച്ച് ആളുകൾക്ക് വന്നു ചേരാനും ഭസ്മക്കുളത്തിൽ ഇറങ്ങി കുളിച്ച് 18 പടി കയറി പോകാനുള്ള ഒരു ദർശന സൗഭാഗ്യം പഴയ കാലത്ത് ലഭിച്ചിരുന്നു. ആ സൗഭാഗ്യം ലഭിക്കുന്നതിനാവശ്യമായ നടപടികളാണ് ഉചിതമായി ചെയ്യാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തയ്യാറാകേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കോണില് ആർക്കും അപ്രാപ്യമായ ഒരു സ്ഥലത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് ശബരിമലയുടെ ഇന്നത്തെ ആ അന്തരീക്ഷത്തിന് ഒരിക്കലും അനുയോജ്യമായ ഒന്നല്ല. അതുകൊണ്ട് പൗരാണിക പ്രാധാന്യമുള്ള ആ ഭസ്മക്കുളം മാറ്റിയത് അനുചിതമായി. അത് ഏത് കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് ഇന്ന് യോഗ്യമല്ല, ഉപയോഗശൂന്യമായി കിടക്കുന്നു, അവിടെ നല്ല മാലിന്യം എത്തുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് വളരെ ശരിയായിരിക്കാം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു മാറ്റത്തെക്കുറിച്ച് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ശബരിമലയുടെ പഴയകാല രീതി അനുസരിച്ചുള്ള ഭസ്മക്കുളത്തിന്റെ സ്ഥാനത്തായിരിക്കണം ആ ഭസ്മക്കുളം ഉണ്ടാവേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെയധികം നന്ദി ശ്രീരാമൻ നായർ. ഈ ഒരു സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന് വീണ്ടും സിജി ഉമേഷിലേക്ക്. ഉമേഷ്, ഇവിടെ കോടതിയുടെ വിമർശനമടക്കമുണ്ടായ സാഹചര്യത്തിൽ ശ്രീരാമൻ നായർ അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും അടക്കം വിലയിരുത്തി കൃത്യമായ ഉചിതമായ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഭക്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു ആശങ്ക കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ, അത് മാത്രമേ ദേവസ്വം ബോർഡിന് ഇനി സാധ്യമാകൂ. അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം, അല്ലേ? ഗബി, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവപ്രശ്നമായിരുന്നതിനൊക്കെ അടിസ്ഥാനമായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപാണ് ദേവപ്രശ്നത്തിലാണ് ഇത്തരം ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായത്. കുളം പുതിയത് കുഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ദേവപ്രശ്ന വിധിയിൽ കണ്ടിരുന്നു. എന്നാൽ അതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് കൃത്യമായി അന്ന് നിർദ്ദേശം മുന്നോട്ട് വന്നിരുന്നു. മാത്രമല്ല, യഥാർത്ഥ ഭസ്മക്കുളം ഉള്ള സ്ഥാനത്ത് ഒരു ചെറിയ ജലസ്രോതസ്സെങ്കിലും നിർമ്മിക്കണം, ഒരു പേരിനെങ്കിലും ഒരു സംവിധാനം അവിടെ ഉണ്ടാകണമെന്ന നിർദ്ദേശം അന്ന് ദേവപ്രശ്നത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. എന്നാൽ അത് കാര്യമായ പരിഗണനയ്ക്ക് എടുക്കാതെ പുതിയ കുളം നിർമ്മിക്കുക എന്നതിലേക്ക് മാത്രമായി ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയും ശ്രമവും ഒക്കെ, അതും വേണ്ട രീതിയിൽ അതിന് വേണ്ട നടപടികൾ പാലിച്ചിരുന്നില്ല. അതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാമോ എന്ന കാര്യത്തിൽ പോലും കൃത്യമായ മറുപടി പറയാൻ അന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് കഴിഞ്ഞിരുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റോടൊപ്പം ദേവസ്വം ബോർഡിന്റെ വാസ്തുവിദ്യാ വിദഗ്ധരോടും ഒക്കെ ഈ ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിച്ചാണ്. അപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. അതിന് കൃത്യമായ ഒന്നുകിൽ അതിന് അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ മറ്റെന്തോ നീക്കങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 60 ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് സ്വീകരിക്കേണ്ടതുണ്ട്, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടാത്ത ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പാടില്ല എന്ന ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ പരിഗണിക്കാതെയാണ് ഇത്തരം ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചത്. ആ കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ അത് വലിയ തിരിച്ചടി ആവുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം എന്ത് തരത്തിലുള്ള റിപ്പോർട്ട് ദേവസ്വം ബോർഡ് സത്യവാങ്മൂലമായി നൽകുമെന്നതാണ് ഇനി അറിയേണ്ടത്. KP.